നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചന്ദ്രാപിന്നിയിൽ 550 കിലോയോളം പഞ്ചസാര സിവിൽ സപ്ലൈസ് വകുപ്പ് കുഴിച്ചുമൂടി. ചന്ദ്രാപിന്നിയിൽ കല്യാണ വീട്ടിലെത്തിയ 15-കാരന്റെ കയ്യിൽ നിന്നും ക്യാമറ തട്ടിയെടുത്ത കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചന്ദ്രാപിന്നിയിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ചന്ദ്രാപിന്നിയിൽ 550 കിലോയോളം പഞ്ചസാര സിവിൽ സപ്ലൈസ് വകുപ്പ് കുഴിച്ചുമൂടി. ഭക്ഷ്യയോഗ്യമല്ലെന്ന് കണ്ടെത്തിയ പഞ്ചസാരയാണ് താലൂക്ക് സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിൽ കുഴിച്ചുമൂടിയത്. ഇന്ന് രാവിലെ 11 മണിയോടെ നമ്പ്രാട്ടിച്ചിറയിലെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് 11 ചാക്ക് പഞ്ചസാര കുഴിച്ചുമൂടിയത്. 1.5 വർഷം മുൻപ് മതിലകത്ത് വാഹനാപകടത്തിൽപ്പെട്ട വാഹനത്തിൽ നിന്നും പാൻ മസാലയും 27 ചാക്ക് പച്ചരിയും 11 ചാക്ക് പഞ്ചസാരയും പോലീസ് പിടിച്ചെടുത്തിരുന്നു. ഇതിൽ അരിയും പഞ്ചസാരയും കോടതി ഉത്തരവ് പ്രകാരം സപ്ലൈകോ ഏറ്റെടുത്ത് ഇടമുട്ടത്തെ ഗോഡൌണിലേക്ക് മാറ്റിയിരുന്നു. ഇപ്രകാരം സൂക്ഷിച്ചിട്ടുള്ള ഭക്ഷ്യധാന്യങ്ങൾ കാലക്രമേണ ഉപയോഗശൂന്യമായി നശിച്ചു പോകാൻ സാധ്യതയുള്ളതായി താലൂക്ക് സപ്ലൈ ഓഫീസർ അറിയിച്ചത് പ്രകാരം അരിയും പഞ്ചസാരയും പൊതുവിപണി വഴിയോ പരസ്യലേലം വഴിയോ വിറ്റഴിക്കാൻ ജില്ലാ കലക്ടർ ഉത്തരവിട്ടിരുന്നു. ലേലത്തിൽ ആരും പങ്കെടുക്കാതിരുന്നതിനാൽ അരി പൊതുവിപണി വഴി വിറ്റഴിച്ചിരുന്നു. എന്നാൽ പഞ്ചസാര ഭക്ഷ്യയോഗ്യമല്ലെന്ന് സപ്ലൈകോ ക്വാളിറ്റി അഷ്വറൻസ് വിഭാഗത്തിന്റെ പരിശോധനയിൽ വ്യക്തമായതോടെ പൊതുവിപണി വഴി വിറ്റഴിക്കാൻ കഴിയാതെ വന്നതോടെയാണ് കലക്ടറുടെ ഉത്തരവ് പ്രകാരം കുഴിച്ചുമൂടിയതെന്ന് താലൂക്ക് സപ്ലൈ ഓഫീസർ വി രാജേഷ് പറഞ്ഞു. പിടിച്ചെടുത്ത 11 ചാക്ക് പഞ്ചസാര ഉപയോഗശൂന്യമായതുകൊണ്ട് കളക്ടർ ഉത്തരവ് അനുസരിച്ച് ഡിസ്പോസ് ചെയ്തതാണ്. ഇത് പൊതുവിപണിയിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്ത് കോടതി മുഖാന്തരം നമ്മുടെ സിവിൽ സപ്ലൈസ് ഏൽപ്പിച്ചതാണ്. അത് ജനങ്ങൾക്ക് ഉപയോഗമല്ലാത്തതുകൊണ്ട് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കളക്ടർ ഉത്തരവ് അനുസരിച്ച് ഡിസ്പോസ് ചെയ്തതാണ്. അതേസമയം സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങൾ കിട്ടാത്ത സാഹചര്യത്തിൽ 11 ചാക്ക് പഞ്ചസാര കുഴിച്ചുമൂടിയത് ഉദ്യോഗസ്ഥരുടെ അലംഭാവമാണെന്ന് കോൺഗ്രസ് ചന്ദ്രാപിന്നി മണ്ഡലം പ്രസിഡന്റും മുൻ വാർഡ് മെമ്പറുമായ ഉമറുൽ ഫാറൂഖ് കുറ്റപ്പെടുത്തി. ഈ വർഷം 2022 ഒന്നാം മാസം അനധികൃതമായ കടത്തുമായി ബന്ധപ്പെട്ട് പോലീസ് പിടിച്ചെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട ഇത് ലേലത്തിനിടാനും അതേപോലെ തന്നെ അത് ജനങ്ങൾ വഴി എത്തിക്കാനുമുള്ള ഒരു നടപടിക്രമത്തിന്റെ ഭാഗമായിക്കൊണ്ട് ചെയ്യേണ്ട ഒരു ഒന്നായിരുന്നു. പക്ഷേ ഉദ്യോഗസ്ഥന്മാരുടെ നമ്മൾ സപ്ലൈ ഓഫീസിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ നിരുത്തരപരമായ സമീപനം കൊണ്ടും നടപടികൾ കൊണ്ടും ഇത് വളരെ വൈകിയത് കൊണ്ടാണ് ഇത്തരത്തിൽ ഈ പാവപ്പെട്ട ആളുകൾക്ക് ഈ നാളുകളിൽ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ സപ്ലൈകോ വഴി ഒരു അവശ്യ സാധനങ്ങൾ കിട്ടാത്ത ഈ സാഹചര്യത്തിൽ 11 ചാക്ക് കുഴിച്ചുമൂടേണ്ടി വന്നത് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെയും അതേപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെയും വളരെ മോശപ്പെട്ട രീതിയിലുള്ള സമീപനം കൊണ്ടാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. ഇതിൽ ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നു. 1.5 വർഷം മുൻപ് പിടിച്ചെടുത്ത ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ കാലതാമസം വരുത്തിയതാണ് ഇത്തരമൊരു നടപടിയിലേക്ക് എത്തിച്ചതെന്നും ഉമറുൽ ഫാറൂഖ് പറഞ്ഞു. സംഭവം അറിഞ്ഞ കയ്പമംഗലം പോലീസിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. ചന്ദ്രാപിന്നിയിൽ കല്യാണ വീട്ടിലെത്തിയ 15-കാരന്റെ കയ്യിൽ നിന്നും ക്യാമറ തട്ടിയെടുത്ത കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ചന്ദ്രാപിന്നി കണ്ണനാകുളം സ്വദേശി ഏറാക്കൽ വീട്ടിൽ അനു എന്ന സൂരജിനെയാണ് കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ M ഷാജഹാനും സംഘവും അറസ്റ്റ് ചെയ്തത്. വെള്ളിയാഴ്ച രാത്രി 7:30യോടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം. ചന്ദ്രാപിന്നി ശ്രീമുരുകൻ തിയേറ്ററിന് കിഴക്ക് വശത്തെ വീട്ടിൽ കല്യാണത്തിനെത്തിയ കയ്പമംഗലം പള്ളിത്താനം സ്വദേശി മുഹമ്മദ് അസ്ലമിന്റെ ക്യാമറയാണ് തട്ടിയെടുത്തത്. റോഡിൽ വെച്ച് സുഹൃത്തുക്കളുടെ ഫോട്ടോ എടുക്കുന്നതിനിടെ സ്കൂട്ടറിലെത്തിയ അനു ക്യാമറ പിടിച്ചുപറിച്ച് കടന്നു കളയുകയായിരുന്നു. 80,000 രൂപ വില വരുന്ന ക്യാമറയാണ് തട്ടിയെടുത്തത്. പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ചന്ദ്രാപിന്നിയിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. തൃപ്രയാർ ഭാഗത്ത് നിന്ന് വന്നിരുന്ന കാറാണ് ദേശീയപാത 66 ചന്ദ്രാപിന്നി സെന്ററിൽ നിയന്ത്രണം വിട്ട വൈദ്യുത പോസ്റ്റ് ഇടിച്ചു തെറിപ്പിച്ച ശേഷം തൊട്ടടുത്ത കെട്ടിടത്തിൽ ഇടിച്ചു നിന്നത്. വൈദ്യുത പോസ്റ്റ് മറിഞ്ഞു വീണതിനെ തുടർന്ന് ചന്ദ്രാപിന്നി CV സെന്റർ റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. ഇന്ന് പുലർച്ചെ 5 മണിയോടെയായിരുന്നു അപകടം. എടമുട്ടം കഴിമ്പ്രത്ത് മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കത്തിനിടെ സുഹൃത്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയ ആളെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ചന്ദ്രാപിന്നി ഹലുവ തെരുവ് സ്വദേശി ചങ്ങരംകുളം വീട്ടിൽ 53 വയസ്സുള്ള ഹരിദാസ് നായർ കൊല്ലപ്പെട്ട കേസിലാണ് സുഹൃത്ത് എടച്ചാലി വീട്ടിൽ സുരേഷ് അറസ്റ്റിലായത്. ഇന്ന് രാവിലെയാണ് സുരേഷിന്റെ വീടിന്റെ വരാന്തയിൽ
ഹരിദാസ് നായരെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. വീടിന്റെ വരാന്തയിലെ കസേരയിൽ കഴുത്തിൽ വെട്ടേറ്റ നിലയിലായിരുന്നു മൃതദേഹം. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി സലീഷൻ ശങ്കരൻ, വലപ്പാട് കൈപ്പമംഗലം SHOമാരായ KS സുശാന്ത്, ഷാജഹാൻ എന്നിവരുടെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തിയ പോലീസ് സംഘം ഉടൻ തന്നെ സുഹൃത്ത് സുരേഷിനെ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇരിങ്ങാലക്കുടയിൽ നിന്നും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന സുരേഷിനൊപ്പം മദ്യപിക്കാൻ എത്തിയതായിരുന്നു കൊല്ലപ്പെട്ട ഹരിദാസ് നായർ. തർക്കത്തിനിടെ കഴുത്തിൽ വെട്ടേറ്റായിരുന്നു മരണം. യൂത്ത് കോൺഗ്രസ് കൈപ്പമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റായി KA അഫ്സൽ ചുമതലയേറ്റു. മതിലകം രാജീവ് ഭവനിൽ നടന്ന ചടങ്ങ് UDF ചെയർമാൻ MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. തൃശ്ശൂർ ജില്ലയിലെ പ്രവർത്തനങ്ങളിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ച ഒരു നിയോജകമണ്ഡലമാണ് കൈപ്പമംഗലം നിയോജകമണ്ഡലം. ആ നിയോജകമണ്ഡലത്തിന്റെ പ്രസിഡന്റായിരുന്നു പ്രിയനായ ശ്രീമല. ഇവിടെ നിങ്ങൾ നടത്തിയ സമരങ്ങൾ, നിങ്ങൾ നടത്തിയ സമ്മേളനങ്ങൾ, പ്രവർത്തനങ്ങൾ എല്ലാം യൂത്ത് കോൺഗ്രസിന് ജീവൻ നൽകി അതിലൂടെ കോൺഗ്രസിന്റെ ശക്തി പ്രാപിക്കാൻ പര്യാപ്തമായ വലിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു വലിയ കമ്മിറ്റി അവർ കോൺഗ്രസിലേക്ക് വന്നുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാതലത്തിലേക്കും സംസ്ഥാന തലത്തിലേക്കും എത്തിയിട്ടുള്ള ഭാരവാഹികൾ ആയിട്ടുള്ളവരാണ്. നിങ്ങൾ ചുമതലെടുക്കുന്ന ഈ ചടങ്ങിൽ പ്രത്യേകിച്ച് ഈ തീരദേശ മേഖലയിലെ പ്രവർത്തന രംഗത്ത് ഒരു വളരെ പ്രത്യേകത ഗവൺമെന്റിനോട് ചേർന്ന് കിടക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ തോന്നിയിട്ടുള്ള വലിയ പ്രത്യേകത ഇവിടുത്തെ പ്രവർത്തനത്തിന് ഒരു അടുപ്പവും കടുപ്പവും ഞങ്ങളൊന്നും കാണാത്ത, അതിനേക്കാൾ ഏറെയായി പാർട്ടി എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസ് ആയാലും CPM ആയാലും CPI ആയാലും മറ്റേത് പാർട്ടികളായാലും ആ കൂടി നിൽക്കുന്നവർ ഒരുമിച്ച് നിന്ന് അവരുടെ ആശയ സംഹിതത്തെ അനുസരിച്ച് വളരെ ഉറച്ച തീരുമാനത്തോടെ മുന്നോട്ട് പോകാൻ ആത്മാർത്ഥമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു മേഖലയാണ്. ആ മേഖലയിൽ കോൺഗ്രസിന്റെ ഏറ്റവും ശക്തമായ ടീം ഏത് പരിപാടികൾ നമ്മളിവിടെ പങ്കെടുക്കുന്നു ആ പരിപാടികളിലൊക്കെ തന്നെ വലിയ ആവേശം. ഞാൻ KSUവിൻ്റെ പരിപാടികളായി അസ്വാമി കോളേജിലും പരിസരത്ത് കോളേജിലും ഒക്കെ കാലഘട്ടങ്ങളിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹിയായി ഈ പ്രദേശങ്ങളിലെത്തിയപ്പോൾ കോൺഗ്രസിന്റെ DC സെക്രട്ടറി എന്ന നിലയ്ക്ക് സീറോടൊപ്പവും അതുപോലെ മറ്റുള്ള നേതാക്കന്മാരൊക്കെ ഈ പ്രദേശത്ത് കടന്നു വന്നപ്പോൾ പിന്നീട് ഈ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായ എല്ലാ മണ്ഡലം കമ്മിറ്റികളും ബ്ലോക്ക് കമ്മിറ്റികളും ഒക്കെ എത്തിയപ്പോൾ ഇന്ന് UDFന്റെ പ്രവർത്തനം ആ പ്രവർത്തനമായി ഒക്കെ വരുമ്പോഴൊക്കെ തന്നെ എവിടെയും കാണാത്ത ഊർജ്ജസ്വലത ഈ പ്രദേശത്ത് നമുക്ക് പിന്തുണയുന്നത് അഭിമാനത്തോടെ നിങ്ങളെ അത് പറയാതിരുന്നാൽ അത് വലിയ കടപ്പാടാവും. ഇതിലുകൊണ്ട് വലിയ അഭിനന്ദനങ്ങൾ ഞാൻ പ്രത്യേകിച്ച്. യൂത്ത് കോൺഗ്രസ് മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് മനാഫ് അഴീക്കോട് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ CS രവീന്ദ്രൻ, PMA ജബ്ബാർ, CC ബാബുരാജ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ P മേനോൻ, CM മൊയ്തു, ശോഭ സുബിൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സലീം കൈപ്പമംഗലം, മണി കാവുങ്ങൽ, UDF കൺവീനർ മുജീബ് റഹ്മാൻ, ആസിഫ് മുഹമ്മദ്, കോൺഗ്രസ് നേതാക്കളായ ഷാഹിർ കൈപ്പമംഗലം, VA ഷഫീഖ്, പ്രവിത, ബിനോയ് ലാൽ, നൌഫിദ മുഹമ്മദ്, ഉണ്ണികൃഷ്ണൻ, ഇസഹാക്ക് എറിയാട്, ഷുഹൈൽ കൈപ്പമംഗലം, ഷഫീർ എന്നിവർ സംസാരിച്ചു. ഞങ്ങളെയാകെ നയിച്ചവരെ മനാഫിക്കക്ക് അഭിവാദ്യങ്ങൾ. അഫ്സലിനായിരം അഭിവാദ്യങ്ങൾ. യൂത്ത് കോൺഗ്രസിന് അഭിവാദ്യങ്ങൾ. ഇടവേള.